നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യൈ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ആറാമത്തെ ശ്ലോകം നമ്മൾ നിർത്തുമ്പോൾ അതുവരെ ഭഗവാന്റെ ബ്രഹ്മതത്വം, ഭഗവാൻ ബ്രഹ്മമാണ്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, ഭഗവാന്റെ രൂപം, രസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും. അതിനുശേഷം ഭട്ടതിരി ഒരു വലിയ കാര്യം ചെയ്യണു. ഒരു ഭക്തൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം അവനവൻ്റെ ആത്മസംസ്കരണം നടത്തുക എന്ന് പറയും. അവനവനെ ശുദ്ധീകരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്നു. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഉച്ച കഴിഞ്ഞു, ഊണ് കഴിഞ്ഞു ഉറക്കവും വരുന്നുണ്ട്, ഈ സമയത്ത് ഇയാൾ 6-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് 7-ാമത്തെ ശ്ലോകം 1-ാം ദശകം എത്തിയിട്ടുള്ളൂ. ഇവിടെ ആചാര്യൻ 12-ാമത്തെ ദശകത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി 2 ദശകം കൂടെ വായിച്ചാൽ ഇന്നത്തെ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ 1-ാം ദശകം നമ്മളെ അങ്ങനെ അത്ര എളുപ്പത്തിൽ വിടില്ല. 1-ാമത്തെ ദശകം ഒരു മാസ്റ്റർ കീയാണ്. നാരായണീയത്തിൻ്റെ മാസ്റ്റർ കീ ഇരിക്കുന്നത് 1-ാമത്തെ ദശകത്തിലാണ്. ഈ 1-ാമത്തെ ദശകത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൂര്യസ്പർദ്ധികിരീടം മുതൽക്ക് പറയുകയാണെങ്കിൽ നാരായണീയം വെറും ഒരു സ്തോത്രമാണ്, ഭക്തിയുടെ ഒരു കാവ്യം മാത്രമായിട്ട് അത് ചുരുങ്ങിപ്പോവും. അത് വരാതിരിക്കാനാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്തിയുടെ രസമില്ലാത്ത വെറും കേവലമായിട്ടുള്ള വരണ്ട അറിവ് അപൂർണമാണ് എന്ന് ഒരു ജ്ഞാനി തിരിച്ചറിയുമ്പോൾ അയാൾക്കൊരു വിനയം വരും. നമുക്കിതിപ്പോൾ മനസ്സിലാവില്ല. ജ്ഞാനികൾ പൊതുവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതും ഇതും ഒക്കെ ഒന്നാണ് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഭക്തി എപ്പോഴും 2-ാം കടയായിട്ടേ കാണുള്ളൂ. അതിൻ്റെ ഒരു വരൾച്ച അകത്തുണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല. ഭക്തിയുടെ രസമില്ലെങ്കിൽ ഈ ജ്ഞാനം കിട്ടിയിട്ടുള്ളത് ഡ്രൈ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ അപൂർവം ജ്ഞാനികളുടെ ഉള്ളിൽ ഒരു ആർദ്രത വരും. ആ ആർദ്രതയാണ് ഈ ശ്ലോകം. വിനയമാണ്. അറിവ് ഹൈറ്റിലേക്ക് എത്തുമ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള ചിന്തയെത്തും. അത് മനസ്സിലാവും. പുസ്തകങ്ങൾ വായിച്ചു കുറേ എത്തുമ്പോൾ ഒന്നും വായിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അല്ലാണ്ട് ആദ്യമേ വായിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. നല്ലോണം വായിച്ച് എത്തുമ്പോൾ അവസാനം മനസ്സിലാവും ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് എല്ലാം നിൽക്കണമെന്ന്. ഗ്രാമർ പഠിച്ചു വേണം ഗ്രാമർ തെറ്റിക്കാൻ. ആദ്യമേ കയറി ഗ്രാമർ തെറ്റിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ ഭട്ടതിരിയുടെ അറിവിൻ്റെ പാരമ്യതയിൽ ഭട്ടതിരി വിനയം കണ്ടെത്തുകയാണ്. ആ വിനയമാണ് അദ്ദേഹത്തിന് ഭഗവാൻ കൊടുക്കണ അനുഗ്രഹവും. അപ്പോൾ വരണ്ട ജ്ഞാനത്തോടുള്ള അത്രയും കാലം
ഞാൻ വലിയ സിദ്ധാന്തങ്ങളും ഈ പറഞ്ഞ ബ്രഹ്മവിദ്യയുടെ വലിയ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഞാൻ വിഹരിക്കണമെന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടും ഭക്തിയൊക്കെ ഞാൻ രണ്ടാംകടയായിട്ട് കണ്ടു എന്നുള്ളൊരു ചെറിയ പശ്ചാത്താപമുണ്ട്. അത് ഭട്ടതിരിയുടെ അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറഗൻ്റായിട്ടുള്ള ചെറുപ്പം. ഭട്ടതിരി വളരെ അറഗൻ്റ്. ഇതും ചെറുപ്പത്തിലാണ് എഴുതുന്നത്. 27-28 വയസ്സിൻ്റെ ഇടയിലാണ് ഇത് എഴുതുന്നത്. തൻ്റെ യൗവനത്തിൽ അല്ലെങ്കിൽ താൻ പഠിച്ചു വന്ന കാലത്ത് ഭക്തിയൊക്കെ വെറും വികാരപരമായിട്ടൊരു തള്ളിച്ച, അത് കുറേ കടന്ന് ബഹളം ഉണ്ടാക്കുക, കരഞ്ഞു വീഴുക, ഇതൊക്കെയാണ് എന്ന് കരുതിയിരുന്നതിലെ തനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഒന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മളെപ്പോഴും വെറുതെ കാവ്യത്തിൻ്റെ ആസ്വാദനമൊക്കെ കോളേജിൽ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ കവി എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് പഠിക്കുമല്ലോ. കവി എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് പഠിക്കേണ്ടത് ഇങ്ങനത്തെ കൃതികളിലാണ്. ജ്ഞാനപ്പാനയിലും നാരായണീയത്തിലൊക്കെയാണ് കവി യഥാർത്ഥത്തിൽ എന്തു മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്നിട്ടാണ് ഇത് എഴുതിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനോടുള്ള അടുപ്പം അങ്ങനെ വർദ്ധിച്ചു വരും. കാരണം അദ്ദേഹം അനുഭവിച്ച ആ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അടുപ്പത്തിൻ്റെ, ആ ഗ്രേസിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ഉള്ളിൽ കിട്ടി, അത് തന്നെ ധാരാളമാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. അപ്പോൾ ഇവിടെ രൂപമെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ കൃപ, രൂപമെടുത്ത ഭഗവാന്റെ അല്ല, രൂപമെടുത്ത ഭഗവാന്റെ കൃപ അങ്ങോട്ട് ഭട്ടതിരി ആഘോഷിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഒരു ഉത്സവമാണെന്ന്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് ഒരു ഉത്സവമാണ്, അല്ലാണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം എന്നില്ല. അദ്ദേഹമേ ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് ഇവിടെ എടുത്ത് ആഘോഷിച്ചിരിക്കുകയാണ് ഭട്ടതിരി. അപ്പം ഇതിൻ്റെ ഇപ്പോൾ പദച്ഛേദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ശ്ലോകം. കഷ്ടാദേ സൃഷ്ടിജ്യേഷ്ഠ ബഹുതര ഭവ ഖേദാവഹ ജീവഭാജ വിദ്യേവം പൂർവമാലോചിതമജിത മയാ നൈവമധ്യാഭിജാനേ നോജേജ്ജീവ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ. അതാണ് അതിലത്തെ കീ വരി. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കുടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പനെ അങ്ങോട്ട് കാടിച്ചങ്ങോട്ട് തിന്നണ്. സ്നേഹം മൂത്തിട്ട് നമ്മളെടുത്തിട്ട് കുട്ടിയെടുത്ത്, ഞാൻ നിന്നെ കച്ച് തിന്നട്ടെ ചോദിക്കില്ലേ കുട്ടികളെ, അതുപോലെ എടുത്തിട്ട് കാടിച്ച് കുടിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ഭഗവാനെ അകത്തേക്ക്. എന്നിട്ട് പറയാ പരമരസ സുധാംഭോതി പൂരേ രമേരൻ എന്നും പറഞ്ഞിട്ടാണ് ആ 7ാമത്തെ ശ്ലോകം അവസാനിക്കണത്. കഷ്ടാദേ സൃഷ്ടിജ്യേഷ്ഠ എന്ന് പറയണത്, അത് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വാക്കുകൂടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പൂർവമാലോചിത അജിത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റാത്തവനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങേരുടെ പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഇങ്ങേരാണ്, എല്ലാം സകലതും ഇദ്ദേഹമാണ്. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഞാൻ എന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അജിതൻ, ഒരിക്കലും ജയിക്കാൻ സാധിക്കാത്തവനായതുകൊണ്ട് അജിതൻ. അതല്ലേ മുരിങ്ങൂർ ശങ്കരൻ പോറ്റി കുചേലവൃത്തത്തിൽ എഴുതി വെച്ച് അജിതാഹരേ അല്ലേ? അതാണ്. അപ്പോൾ ആ അജിതനാണ്, ഒരിക്കലും തോൽപ്പിക്കാൻ, ആ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അങ്ങയുടെ ഈ സൃഷ്ടി എന്ന് പേരുള്ള ഈ പ്രവൃത്തി വളരെ കഷ്ടം നിറഞ്ഞതാണ്. ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇത് എത്രമാത്രം കഷ്ടം നിറഞ്ഞാണ്. സത്യം പറയട്ടെ, ഈ സൃഷ്ടി കഷ്ടമായിട്ടുള്ളത് അങ്ങേക്കല്ല, അതിൻ്റെ ഫലം അനുഭവിക്കണം ഞങ്ങൾക്കാണ്. ഈ സൃഷ്ടി ഇത്രയും കഷ്ടമായിട്ടുള്ളത് ഇതിൻ്റെ ഫലം അനുഭവിക്കണം ഞങ്ങൾക്കാണ്. ബഹുധര ഭവ ഖേദാവഹ. ഇത് ആവർത്തിച്ച് വരുന്ന ഈ ജനനവും മരണവും, അതിനെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഒരു വലിയ തളർച്ചയാണ് കൊണ്ടുവരുന്നത്. നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് എത്ര തളർന്നതായിരിക്കും. ബാക്ടീരിയ ആയിട്ടും വൈറസായിട്ടും ഉറുമ്പായിട്ടും പക്ഷിയായിട്ടും പാമ്പായിട്ടും മൃഗങ്ങളായിട്ടും കൊതുകായിട്ടും എല്ലാമായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ച് മനുഷ്യനായിട്ട് തന്നെ അനവധി ജന്മം എടുത്ത് ജനിച്ച് ജീവിച്ച് മരിച്ച് വരണ ഈ ക്ഷീണം കൊണ്ടാണ് വരണത്. ആ ഓരോ ജന്മത്തിൻ്റെയും പ്രവർത്തന തളർച്ച തീർക്കാനാണ് കുറച്ചു കാലം മരിച്ചു കിടക്കുന്നത്. പുതിയൊരു ശരീരം കിട്ടണതിന് മുമ്പ് ഒരു ഊർജം പിടിക്കണം, അതിനുള്ള വിശ്രമകാലമാണ് മരണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, വീണ്ടും നാളെ എണീച്ച് ജോലി ചെയ്യാൻ ഇന്ന് വിശ്രമിക്കണ്ടേ എന്നല്ല ആലോചിക്കേണ്ടത്. നാളെ എനിക്ക് ജോലിയേ ചെയ്യേണ്ടി വരരുത്, അതിനുള്ള വിദ്യ കണ്ടുപിടിക്കണം. ബാക്കി എല്ലാ ജോലികളും ഒളിച്ചോടുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നില്ല? ഈ ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഈ ചക്രത്തിൻ്റെ അകത്തേക്ക് വരാതിരിക്കുക. പുനരാവൃത്തിരഹിതമായിട്ടുള്ള ഏതൊരു പദമാണോ അത് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തരം കിട്ടിയാൽ നമ്മൾ ജോലി ചെയ്യാതിരിക്കാനോ നോക്കുക അല്ലേ? ഇതാണ് യഥാർത്ഥ ജോലി, ഇതാണ് ഏറ്റവും വലിയ ജോലി. ഈ ജോലിയിൽ ഇനി വരാതിരിക്കാൻ നോക്കുക. അത് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇതൊരു വലിയ തളർച്ചയെ കൊണ്ടുവരേണ്ടെന്നാണ് ഭട്ടതിരി പറയണത്. ഇറ്റ് മേക്സ് ദ സോൾ ടയേർഡ്. എ ടയേർഡ് സോൾ എന്ന് പറയും.
തളർന്ന ആത്മാവ്, നമ്മളൊക്കെ തളർന്ന ആത്മാവ്. സംസാരത്തിൽ ഈ ജനനമരണ ചക്രങ്ങളിൽ കറങ്ങി കറങ്ങി വരുന്നത് ഈ തളർച്ച കൊണ്ടുവരുന്നുണ്ട്. ഭട്ടതിരി വളരെ സിൻസിയറായിട്ട് ഓണസ്റ്റായിട്ടുള്ള ഒപ്പീനിയനാണ് പറയണത്. സത്യസന്ധനായിട്ട് ഒന്നും മറച്ചു വയ്ക്കണില്ല. സംസാരം വേദനിപ്പിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. 28 വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അത് അവിടെ വരുന്നുണ്ട്. ജീവഭാജാം, ശരീരമൊക്കെ എടുത്തിട്ടുള്ള ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ അവർക്കൊക്കെ നിലനിൽപ്പാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് നമ്മളെല്ലാവരും പറയും. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, ഇതാണ് നമ്മുടെ വലിയ വിഷയം. നമ്മൾക്ക് നമ്മുടെ നിലനിൽപ്പ് നോക്കണ്ടേ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാതൊക്കെ അല്ലേ? വാസ്തവത്തിൽ നിലനിൽപ്പല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ ശരീരത്തോടുള്ള നമ്മുടെ ഒട്ടല പ്രശ്നം. ശരീരത്തോടുള്ള ഒട്ടലിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ നിലനിൽപ്പിൻ്റെ വിഷയമൊന്നും വരുന്നില്ല. കാരണം അവിടെ കർമ്മം നേരത്തെ പറഞ്ഞ മാതിരി അൺടച്ചഡായിട്ട് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, ഒരു കെട്ടുപാടുമില്ല. എല്ലാം ഭഗവാന് സമർപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് വാടകയ്ക്കെടുത്തൊരു ശരീരം, ഇത് കഴിഞ്ഞാൽ ഇത് പോയി, ഇത് എൻ്റെ അല്ല, അങ്ങനെ ആ ഒഴുക്കിൽ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ബന്ധനമല്ല. ഭട്ടതിരി കുറ്റസമ്മതം നടത്തുകയാണ്. ജീവഭാജാം എന്ന് പറഞ്ഞിട്ട് നിലനിൽപ്പല്ല പ്രശ്നം, ശരീരത്തോടുള്ള ബന്ധനാണ് എല്ലാ ജീവരാശികളുടെയും പ്രോബ്ലം. അത് പറഞ്ഞതിന് ശേഷം കുറ്റസമ്മതിക്കുകയാണ്, കുമ്പസാരിക്കുകയാണ് പോയിട്ട്. ഇത് ഏവം പൂർവം ആലോചിതം മയ, ഭഗവാനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഐഡിയകളെ നമ്മൾ പറയാണ്, ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് പറയാണ്, പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. സംസാരം നമ്മളെ തളർത്തുന്നു, വലിയ ക്ഷീണമാണ്, നമുക്ക് മോചനമില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഈ ഒട്ടിയിരിക്കണോണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ വേദനയും വിഷമവും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, സത്യമാണ്. വേദം പഠിപ്പിക്കുന്നു, വേദാന്തം പഠിപ്പിക്കണം, ഒക്കെ ആത്യന്തികമായിട്ട് ഇതാണ് പഠിപ്പിക്കണം. എന്നിട്ട് പറയുക, ന ഏവം മദ്യഭിചാരേ, ഞാൻ ഇനി അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വിചാരിച്ചത്, ഇനി ഞാൻ അങ്ങനെ വിചാരിക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് വേറൊരു കാഴ്ചപ്പാടിൻ്റെ ഷിഫ്റ്റാണ്. ദർശനം ലഭിച്ചതോടുകൂടിയിട്ട് ഒരു ജ്ഞാനി താൻ അത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്, ഒരു പരാതിയെ സ്വയം തിരുത്തുകയാണ്. ഭഗവാനെ, ഈ ജന്മം കഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്, സൃഷ്ടിയുടെ ദുഃഖങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു, സംസാരത്തിൽ പെട്ടു, ജനിച്ചു പോയി, ഞാൻ തളർന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ പറയില്ല എന്ന്. കാരണം എന്താ? ഗുരുവായൂരപ്പനെ കണ്ടു. അപ്പം ഇനി അങ്ങനെ പറയാൻ പാടുമോ? പറയാൻ പാടില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് യുക്തിയല്ല, അനുഭവത്തിൽ നിന്ന് ഊന്നിയിട്ടുള്ള ഒരു വാദം വരുന്നു. ഇത്രയും നേരം യുക്തിയാണ് പറഞ്ഞു, ജനിച്ചാൽ ദുഃഖിക്കും, കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി അനുഭവത്തിൽ നിന്ന് വന്ന വാദമാണ് വരുന്നത്. ന ഉചേത് ജീവ കഥം വാ, ഇങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ, ഈ സൃഷ്ടി നടന്നില്ലായിരുന്നെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ എങ്ങനെ? മധുരതരം ഇതം ത്വത്വബുഹു, അത്യന്തം മധുരമായിട്ടുള്ള അങ്ങയുടെ ഈ രൂപത്തെ ഗുരുവായൂരപ്പ, ഛിദ്രസാർദ്രം ബോധം കൊണ്ടും രസം കൊണ്ടും നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന നിന്റെ ശരീരത്തെ, ഭഗവാന്റെ ശരീരം ജഡല്ല, അത് ബോധം കൊണ്ട് കുതിർന്നു നിൽക്കുകയാണെന്നാണ്. ബ്രഹ്മാഭിഷിക്തം, ബോധത്തിൻ്റെ ആനന്ദം കൊണ്ട്, സാന്ദ്രാനന്ദ ബോധമാകണ അമൃത് കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്ത് നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ. ആ രൂപം, ആ രൂപത്തിനെ നേത്രൈഹി ശ്രോത്രൈഹി ജപിത്വ, ഈ ജനിച്ചില്ലായിരുന്നെങ്കിൽ, ഈ സൃഷ്ടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഈ ജീവജാലങ്ങൾ ഞാനടങ്ങണവർക്ക് ഇതിങ്ങനെ കേട്ടും കണ്ടും കുടിക്കാൻ പറ്റുമായിരുന്നോന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്ന് പറയാൻ കാരണം. നോക്കൂ, ഒരൊറ്റ ജമ്പാണ് ജ്ഞാനത്തിന്ന്, വേദാന്തത്തിൻ്റെ ശൃംഗത്തിന്ന്, ഒരു ഗിരിശൃംഗത്തിന്ന് ഭക്തിയുടെ ഗിരിശൃംഗത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ്. ഹനുമാൻ സ്വാമി സമുദ്രം ലംഘിക്കണ പോലെയാണ് ഭട്ടതിരിയുടെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. ആലോചിച്ച് നോക്കണം, ഇത് ഒരു ദിവസം അദ്ദേഹം ഇരുന്ന് എഴുതിയതാണ്. അതിലത്തെ 7ാമത്തെ ശ്ലോകം എത്തുമ്പോഴേക്കും വരുന്ന ഷിഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഗുരുവായൂരപ്പനെ കണ്ട ആദ്യത്തെ ദിവസം ഭട്ടതിരി, അതിനു മുമ്പ് ഗുരുവായൂർ വന്ന് തൊഴുതു എന്നുള്ളതിനൊന്നും ഒരു രേഖയില്ല. ആദ്യമായിട്ട് വന്ന ദിവസമാണ്, ആദ്യം കണ്ടിട്ടാണ് ഈ പാടുന്നത്. 6 ശ്ലോകം കഴിഞ്ഞു, 7ാമത്തെ ശ്ലോകത്തിൽ മൂപ്പര് കഥ മാറ്റി. അദ്ദേഹത്തിന് അത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. നേത്രൈഹി ശ്രോത്രൈഹി ചബിത്വ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കുടിച്ചിട്ട്. എങ്ങനെയാണ് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കുടിക്കുക? ഭഗവാനെ ദർശിച്ച് കുടിക്കുക, ഭഗവാന്റെ നാമശ്രവണം ചെയ്ത് കുടിക്കുക, നാക്കുകൊണ്ട് രുചിച്ചും കഴിക്കാം, കുഴപ്പമില്ല. രാമ രാമാന്ന് രുചിച്ച് ജപിക്കലാണല്ലോ അകത്തിരിക്കുന്നത് ഹനുമാൻ സ്വാമി. ഇന്നലെയും ഞാൻ പറഞ്ഞു, നാമജപത്തിൽ നമ്മൾ ഏത് ദേവനെ വിളിച്ചാലും
ജപം ഉറക്കണില്ല, ജപത്തിൽ ഒരു രുചി തോന്നില്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ മതി, വളരെ പെട്ടെന്ന് ജപം ഉറച്ചു കിട്ടും. വ്യാസപീഠത്തിൽ ഇരുന്നാ പറഞ്ഞത് സത്യം സത്യമായിട്ടുള്ള കാര്യമാണ്. പരമരസസുധാംഭോധി പൂരെ, പരമമായിട്ടുള്ള ആനന്ദമാകണ ആ അമൃതസമുദ്രത്തിൻ്റെ പ്രവാഹത്തിൽ, ഭട്ടതിരി ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ അമൃതസമുദ്രം, അമൃതൻ്റെ മഴ, അമൃത് കുടിക്കുക, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ശരിക്കും 100ാമത്തെ ദിവസം തന്നെയാണോ സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടാവുക എന്ന്. ഇതേ സാക്ഷാത്കാരം കിട്ടിയിട്ട് വന്നിട്ട് ഇരുന്നിട്ട് എഴുതിയതാണോ, ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തോന്നിപ്പോവും. അതിനും മുമ്പ് ഒരു 100 ദിവസം മുന്നേ അദ്ദേഹം ഇത് ആരംഭിച്ചിട്ട് സാക്ഷാത്കാരം കിട്ടിയ ദിവസമാണോ ഈ 1ാം ദിവസം എന്ന് പറഞ്ഞത് നമുക്ക് തോന്നിപ്പോണ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയാണ് അനുഭവം അതിൻ്റെ അകത്ത് വരണത്. രമേരൻ ആനന്ദിക്കണു, വെറുതെ സഹിക്കുകയല്ല. അതായത് ആ സൃഷ്ടിയുടെ ദുഃഖം സഹിച്ച് ജീവിക്കലല്ലാത്ര വേണ്ടത്, സൃഷ്ടി ആഘോഷിക്കുകയാണ്. എങ്ങനെ സൃഷ്ടി ആഘോഷിക്കുക? ഗുരുവായൂരപ്പനെ ആഘോഷിച്ചിട്ട്, ഗുരുവായൂരപ്പനെ കണ്ടും കേട്ടും ജപിച്ചും കുടിച്ച് പാർട്ടി നടത്തുക. ഒരു ഗുരുവായൂരപ്പൻ പാർട്ടി, ആ പാർട്ടി നടത്തിക്കൊണ്ടാണ് ആഘോഷിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ സൃഷ്ടി ഈ ഭൂമിയിൽ ജനിച്ചത് ഒരിക്കലും വൃഥാവിലല്ല, ഇതൊരു മോശം കാര്യമല്ല എന്നാ പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് കൊണ്ടുവന്നിട്ട് മധുരമായിട്ട് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതും മാനസികമായിട്ടുള്ള തളർച്ചയോ നിരാശയോ അനുഭവിക്കുന്നവർക്ക്, ഒരുപാട് അനുഭവിക്കണവർക്ക് ഒരു സൗഖ്യം കൊടുക്കും ഇത്. ആരോ അവിടെ ഭയങ്കര വായ്ത്താരി ഉണ്ടല്ലോ കുറച്ച് നേരമായിട്ട്. അതെന്നാ എനിക്ക് അറിയണ ചേട്ടനാണ്, നമ്മുടെ വീട്ടിൻ്റെ അവിടെ ദിവസം രാവിലെ ആയാൽ വായ്ത്താരി കൊടുക്കുന്ന ആളാ. സാരില്ല, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയും എല്ലാവരും മനുഷ്യർ ഓരോരുത്തർ അവരവരുടെ കർമ്മത്തിൻ്റെ ഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സാധനയിൽ പരാതികൾ താനെ ഇല്ലാണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്. നമ്മൾ ധാരാളം സാധന ചെയ്യും. പലരും സാധന ചെയ്യണ സമയത്ത് പലതരത്തിലും ഒരു എന്താ പറയുക പരാതികൾ വന്നുകൊണ്ടിരിക്കും. ഭഗവാനെ അത് നടക്കണില്ല, ഇത് നടക്കണില്ല. വില്ലുമംഗലത്തിനെയും ഭഗവാനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എന്നും വില്ലുമംഗലത്തിന് പരാതിയാണ്. പരാതിയില്ലാത്തൊരു ദിവസമില്ല. മൂപ്പർക്ക് എന്നും എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനുണ്ടാവും. ഭഗവാനും അതിനനുസരിച്ചൊക്കെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നടക്കും. വാസ്തവത്തിൽ ഈ പരാതികളൊക്കെ ഒരു പോയിന്റ് വരെ ഉണ്ടാവുള്ളൂ. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് താനെ നിൽക്കും. വില്ലുമംഗലത്തിന് ആ പരാതികളിൽ നിൽക്കുന്ന പോയിന്റ് വരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെയും 3 ജന്മം ജനിക്കേണ്ടി വന്നത്. കാളയായും പാമ്പായിട്ടും തുളസിച്ചെടിയായിട്ടും ജനിക്കേണ്ടി വന്നത്. കാരണം ഒരു വയറുവേന വന്നു. ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും പല സ്ഥലത്തൊക്കെ. വയറുവേന വന്നിട്ട് ഇദ്ദേഹം വേദനിച്ച് കിടക്കും. ഇതിനെ കാണാമല്ലോ, ദിവസം വീട്ടിൽ വന്നിട്ട് ഈ പൂജയ്ക്ക് ഒരുക്കി കൊടുക്കണൊക്കെ മൂപ്പരാണ്. ഭട്ടതിരി വില്ലുമംഗലത്തിനും കുറൂരമ്മയ്ക്കും മാനവേദനും ഒരു ഗുരുനാഥനാണ്. പലരും കരുതണ മാതിരി മാനവേദൻ്റെയും കുറൂരമ്മയുടെയും ഗുരുനാഥനല്ല വില്ലുമംഗലം. വില്ലുമംഗലം തന്നെ 3 പേരുണ്ട്. അത് ഞാൻ ഇവിടെ കർണാമൃതം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ വില്ലുമംഗലമാണ് കർണാമൃതം എഴുതിയത്. 2ാമത്തെ വില്ലുമംഗലമാണ് ഗുരുവായൂരിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. 3ാമത്തെ വില്ലുമംഗലമാണ് മാനവേദൻ്റെ കാലത്ത് ജീവിച്ചത്. അതിൽ ഈ 3ാമത്തെ വില്ലുമംഗലത്തിനായിരുന്നു ഈ പറഞ്ഞ പ്രശ്നം. അദ്ദേഹം വേദന സഹിക്കാൻ പറ്റാണ്ടായിട്ട് ഭഗവാന്റെ അടുത്ത് ദിവസം പറയും, ഉണ്ണി എനിക്ക് വയറ് വേനിച്ചിട്ട് പോയി. അച്ഛനാ പറയുക, അച്ഛന് വയറ് വേനിക്കണു, മാറ്റി തരും. കേട്ട ഭാവം കാണിക്കില്ല. കേട്ട ഭാവം നമ്മളൊക്കെ പറയുമ്പോൾ കേട്ട ഭാവം കാണിക്കാറില്ല. അതേമാതിരി കേട്ട ഭാവം കാണിക്കില്ല, കേട്ട ഭാവം ഇല്ല. അങ്ങനെ നടന്ന് അവസാനം വില്ലുമംഗലം അവശനായി. ഭക്ഷണവും കഴിക്കാൻ വയ്യ, എന്നും വയറുവേന. ഒരു ദിവസം വഴി കൂടെ നടന്നു പോകുമ്പോൾ കോക്കുന്നത്ത് ശിവാങ്ങൾ, വലിയ യോഗിയാണ്, വടക്കൻ കേരളത്തിൽ തളിപ്പറമ്പിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. വെള്ളാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഇന്ന് പറയണ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഇല്ലമായിരുന്നു. ഇല്ലത്ത് മിറ്റത്ത് നടുമിറ്റത്ത് മുഴുവൻ ശിവലിംഗം മുളച്ചു വരാൻ തുടങ്ങി. ഇന്നും ഇല്ലോണം അമ്പലം, ചവിട്ടി നടക്കാൻ പറ്റില്ല, മുഴുവൻ ശിവലിംഗങ്ങളാണ്. വെള്ളാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്ന് പറയും. അവിടെ കോക്കുന്ന ശിവാങ്ങൾ ഇരുന്ന ഈ ആവണപ്പലകയൊക്കെ വെള്ളി കെട്ടി സൂക്ഷിച്ചിട്ട് ഇരിപ്പുണ്ട്. അതിപ്പോൾ ദ്രവിച്ചു കുറച്ചൊക്കെ. അദ്ദേഹമാണ് രേവതി പട്ടത്താനം തുടങ്ങാൻ സാമൂതിരിപ്പാടിന് മാനവിക്രമൻ ഉപദേശം കൊടുത്തത്. കോക്കുന്നത് ശിവാങ്ങൾ എതിരെ വരികയാണ്. വില്ലുമംഗലത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ അങ്ങയുടെ മുഖം വല്ലാണ്ട് വാടിയിരിക്കണത് ചോദിച്ചു. അത് ഭയങ്കര വയറുവേനയാണ്, സഹിക്കാൻ വയ്യ പറഞ്ഞു. എന്താ അങ്ങ് പറയണത്, ഗുരുവായൂരപ്പനല്ലേ കൂടെ നടക്കണത്, എന്നിട്ട് അങ്ങേക്ക് ഈ വിഷമമെന്ന് ചോദിച്ചു. അതൊന്നും പറയാണ്ടിരിക്കുക ഭേദം, എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, ഒന്നും മാറ്റിത്തരണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാനൊരു ഭസ്മം കലക്കി തന്ന കഴിക്കുമോ, മാറും എന്ന് പറഞ്ഞു. എന്തെങ്കിലും തരൂ, സഹിക്കാൻ വയ്യ പറഞ്ഞു. ഉടനെ നമശിവായാന്ന് ചൊല്ലിയിട്ട് ഭസ്മം കലക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു. അത് കഴിച്ചു, വയറുവേന പോയി. വയറുവേന മാറി ഉടനെ എവട്ടെ അവനും പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടി. പോയിട്ട് വിളിച്ചു, ഉണ്ണി വെറുതെ വിളിച്ചു. അപ്പോൾ ഓടി വന്നു, എന്താച്ചാ എന്ന് ചോദിച്ചു. നാണല്ലിടോ, കൂടെ നടന്നിട്ട്
അച്ഛാന്നും വിളിക്കും. മകനാണത്ര മകൻ. എൻ്റെ വയറുവേദന മാറ്റിത്തരാൻ എത്ര കാലമായിട്ട് ചോദിക്കണു. അവസാനം ശിവൻ്റെ ആൾ വേണ്ടി വന്നു എനിക്ക് വയറുവേദന മാറ്റിത്തരാൻ. വയറുവേദന മാറിയോ? ആ വയറുവേദന മാറി. ഇനിയിപ്പോൾ ബാക്കി അനുഭവിക്കാൻ 3 ജന്മം ജനിക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടി. അച്ഛാ ഞാനത് മാറ്റിത്തരാൻ, അത് ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി. അതോടുകൂടിയിട്ട് ഹൃദയം തകർന്നു പോയി അദ്ദേഹത്തിന്. ഭഗവാനെ വിളിച്ച് കുറേ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി കേട്ടു അത്രേ. തലക്കുളത്തൂർ ഭട്ടതിരി 3 സമയത്തും അങ്ങേ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഭട്ടതിരിക്ക് ഏകദേശം ഒരു 18ഓ 20ഓ വയസ്സുള്ള സമയത്ത് ഒരു ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ശീവേലി നടക്കുകയാണ്. ആ ശീവേലിയുടെ നേർക്ക് കൊമ്പ് കുലുക്കിയിട്ടൊരു കാള വന്നു. ആൾക്കാർ അതിനെ തല്ലാൻ പോയി. ഭട്ടതിരി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, തലക്കുളത്തൂർ പറഞ്ഞു തുടരുത് എന്ന് പറഞ്ഞു. അത് വന്ന് കൊമ്പ് കുത്തി നമസ്കരിച്ച് പുറത്തിറങ്ങി ക്ഷേത്രത്തിൻ്റെ പുറത്ത് പോയിട്ട് വീണ് മരിച്ചു. ആ ജന്മം കഴിഞ്ഞു. 2ാമത്തെ ജന്മത്തിൽ ഭട്ടതിരിക്ക് കുറച്ചുകൂടെ പ്രായമായി. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലിരിക്കുമ്പോൾ ഒരു സർപ്പം കയറിയിട്ട് ശ്രീകോവിലിൽ അവിടെ വന്നു. അത് ശ്രീകോവിലിൽ കയറാൻ പോയപ്പോൾ എല്ലാവരും വടിയെടുത്ത് അതിനെ തല്ലി കൊല്ലാൻ പോയി. അരുതെന്ന് പറഞ്ഞു വാൽമാടത്തിലിരുന്നിട്ട്. അതവിടെ വന്ന് ആ വിഗ്രഹത്തിനെ നമസ്കരിച്ച് പുറത്തു പോയിട്ട് അതും മരിച്ചുപോയി. 2ാം ജന്മം കഴിഞ്ഞു. ഭട്ടതിരിക്ക് കുറേ കൂടെ വയസ്സായി. ആ സമയത്ത് ഭട്ടതിരി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ മേശാന്തി അകത്തുനിന്ന് ചോദിക്കുകയാണ്, എവിടെ തുളസിയൊക്കെ കഴിഞ്ഞല്ലോ, കുറച്ച് തുളസി തരുമോ പറയും. അപ്പോൾ കിഴിശാന്തി തുളസി എടുക്കാൻ പോകുമ്പോൾ ഭട്ടതിരി വാതിൽമാടത്തിൽ ഇരുന്ന് പറയും, വേറെ പുറത്തുനിന്നൊന്നും എടുക്കണ്ട, ഓവിൻ്റെ അവിടെ ഒരു ചെടി മുളച്ചിട്ടുണ്ട്, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, വേരോടുകൂടി പറിക്കണം, വേരോടുകൂടി തന്നെ അർച്ചിക്കുകയും വേണം എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് അങ്ങനെ വേര് പൊട്ടാതെ എടുത്ത് അകത്തേക്ക് കഴുകി കൊടുത്തു. അതങ്ങനെ ഇട്ടതും വിഗ്രഹത്തിൽ ലയിച്ചു പോയി. വില്ലുമംഗലത്തിന് മോക്ഷമായി. ഇത് 3ാമത്തെ ജന്മം. ഈ 3 ജന്മം എടുക്കാൻ കാരണം വയറുവേദന നേരത്തെ മാറ്റിയത് കൊണ്ടാണെന്നാണ്. കർമ്മം അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് പരിഹാരം ചെയ്ത് മാറ്റുമൊക്കെ ആവാം. ഇത് അനുഭവിക്കാൻ വീണ്ടും വരേണ്ടി വരും. അതുകൊണ്ടാണ് സഹനമാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. വേദനയെ മറികടക്കാനാണ് പഠിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ മുറിവ് അങ്ങനെ അത്ര പെട്ടത്തിനും ഉണക്കിത്തരില്ല എന്ന് ഇന്നലെ ഞാൻ പറയാൻ കാരണം അതാണ്. ഈ കഴിഞ്ഞ ദിവസവും ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ ഭക്തൻ ആരായിരിക്കും, ഇഷ്ടഭക്തൻ ആരായിരിക്കും എന്നൊരു പ്രഭാഷണം വന്നിരുന്നു. അതിൽ പറയാൻ ശ്രമിച്ചാണ്, തകർന്നു കിടക്കണവനെയാണ് ഗുരുവായൂരപ്പന് വേണ്ടത്. പെർഫെക്റ്റ് ആയവനെ ഗുരുവായൂരപ്പന് വേണ്ട. രോഗി ആർക്കാ വേണ്ട? ഡോക്ടർക്കാ വേണ്ട. ഹെൽത്തി ആയിട്ടുള്ള ആളെ ഡോക്ടർക്ക് വേണ്ട. ഇത് ഡോക്ടറാണ്. അപ്പം തകർന്നവനുള്ളതാണ് ഗുരുവായൂരപ്പൻ. ആ തകർന്നിരിക്കണവനെ അത് സഹിക്കാൻ പഠിപ്പിച്ച് ആ കർമ്മം മുഴുവൻ അനുഭവിപ്പിച്ച് പറ്റണ സാധനങ്ങളൊക്കെ കണ്ണി തട്ടേണ്ടതിനെ പുരികത്തി തട്ടിച്ച് വിട്ട് അങ്ങനെ കൊണ്ടുപോകും, അങ്ങനെ കടത്തിവിടും. ആ വിദ്യയാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ സാധനയിൽ പരാതികളില്ലാണ്ടാകണ ഒരു നിമിഷം വരും. വില്ലുമംഗലത്തിനത് വന്നില്ല, പക്ഷെ ഭട്ടതിരിക്ക് അതിവിടെ വരിക. പ്രശ്നങ്ങൾ മാറണോണ്ടല്ല പരാതി ഇല്ലാണ്ടാവണത്. നമ്മൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പ്രശ്നം ഒന്നും മാറിയിട്ടില്ല, പക്ഷെ ഒരു സുപ്രഭാതം ആകുമ്പോൾ നമുക്കൊരു പരാതിയില്ല. പഴയ മാതിരിയൊക്കെ തന്നെ ജീവിതം, മാറ്റമൊന്നും വന്നിട്ടില്ല, എല്ലാം പഴയ മാതിരിയാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിലേക്ക് മധുരം കടന്നു വരും. മധുരാധിപതേ അഖിലം മധുരം. ആ മധുരം അങ്ങോട്ട് കയറി വരുന്നതോടുകൂടി, ആ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സ്വീറ്റ് അങ്ങോട്ട് നാവിൽ രുചിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് എത്ര കയപ്പുള്ള ജീവിതമാണെങ്കിലും ആ മധുരമായിരിക്കും പ്രധാനം. അതുകൊണ്ട് കണ്ണുകൊണ്ട് കുടിക്കാനും ചെവികൾ കൊണ്ട് നുകരാനും നമ്മൾ പഠിക്കുമ്പോൾ സംസാരത്തിൻ്റെ പിടി അയയാൻ തുടങ്ങും. നമ്മളെങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, അള്ളി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കർമ്മഫലം, നമ്മുടെ സംസാര ജീവിതം. അത് അയഞ്ഞു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവില്ല. നമ്മളൊക്കെ ചോദിക്കണം, ഞാൻ എന്തിനാ ഭഗവാനെ ജനിച്ചത്, ഞാൻ എന്തിന് ജനിച്ചു എന്നൊരു ചോദ്യമേ അവിടെ വരില്ല. ഇതിനാണ് ഞാൻ ജനിച്ചത് എന്നുള്ള ബോധം വരും. ബാക്കി ഒന്നുമില്ലെങ്കിലും ഗുരുവായൂരപ്പനുണ്ട്, അതേ വേണ്ടൂ എന്ന ബോധ്യം വരും. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒരു രസപ്രവാഹം കണ്ടെത്തിയിട്ട് അതിൽ വിശ്രമിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, അപ്പോഴും വായിൽ നിന്ന് ഉമിനീര് നിയന്ത്രണം ഇല്ലാണ്ട് വരുന്നുണ്ട്, കോടിപ്പോയിട്ടുണ്ട്, കയ്യും കാലും വറയ്ക്കുന്നുണ്ട്, എഴുത്താണി പിടിക്കാൻ പോലും പറ്റില്ല. ആദ്യത്തെ ദശകങ്ങളൊക്കെ അനിയനാണ് എഴുതിയെടുക്കുന്നത്. ഉച്ചരിക്കണത് പോലും സ്പഷ്ടമല്ല, അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നൊക്കെ പറയേണ്ടതെന്നേ ഉള്ളൂ. പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പോഴും ഉച്ചാരണ ശുദ്ധിയൊന്നും അദ്ദേഹത്തിന് വന്നിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പോഴാണ് ഈ ശ്ലോകങ്ങളൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് ഭട്ടതിരിയുടെ ആ അവസ്ഥ എപ്പോഴും മനസ്സിൽ വേണം. അത് കഴിഞ്ഞാൽ ഭട്ടതിരി കരുണ നിറഞ്ഞിട്ട് ഒരു ചിരിക്കുകയാണ്. ഒരു പരിഹാസം, ആ പരിഹാസം അവനവനെ കളിയാക്കുക, നമ്മൾ മനുഷ്യരൊക്കെ കളിയാക്കുക, എവിടെയോ ഭഗവാനെയും ഒന്ന് തോണ്ടുണ്ടോ തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു ചിരി നമ്മൾ പറയും. തന്നെ ഇരുന്നൊരു ചിലർ പറഞ്ഞൊരു ചിരിയുണ്ട് അല്ലേ,
വേദനയുടെ പാരമ്യത്തിൽ സഹിച്ച് കുറേ എത്തുമ്പോൾ കരച്ചിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് ചിരിയുണ്ട്. ആ ചിരിയാണ് ശരിക്കും. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരന്യഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. നമ്രാണാം സന്നിധത്തെ സതതമപി. നമ്രാണാം വിനയമുള്ളവർ, വിനയമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നല്ല മിടുക്ക് ഉള്ളവർക്കോ ചോദിച്ചു വാങ്ങണ ആൾക്കാർക്കോ അല്ല ഭഗവാനെ കിട്ടണത്. ശരണാഗതിയിൽ കൂടെ ഉള്ളൊലഞ്ഞ് കിടക്കണവർക്ക്, വിനയമുള്ളവർക്കാണ് ഭഗവാനെ കിട്ടണത്. സന്നിധത്തെ സതതം അഭി പുരസ്താത്. അവിടുന്ന് അങ്ങനെയുള്ള ശരണാഗതന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, അല്ലേ, ഇരയമ്മൻ തമ്പിയുടെ പ്രസിദ്ധമായിട്ടുള്ള വരികളില്ലേ, ശരണാഗതന്മാർക്കിഷ്ടം, അല്ലേ, ഗുരുവായൂപുരം തന്നിൽ കരുണ ചെയ്യുവാനെന്തു താമസം എന്നുള്ളത് ഇരയമ്മൻ തമ്പിയുടെ വരികൾ. അപ്പോൾ ആ ശരണാഗതന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ സദാ മുന്നിലുണ്ട്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കണ അവസ്ഥ, അത് ശരണാഗതി പ്രാപിച്ചവർക്ക് സദാ ഉണ്ട്. അവിടെ ഭഗവാൻ ഒരുപാട് ദൂരത്തല്ല നിൽക്കണത്, ഭഗവാൻ വരാൻ താമസിക്കുന്നുമില്ല, ഇന്ന സമയത്തേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്നുമില്ല. ദൂരമില്ല, കാലവിളമ്പല്ല, സമയവുമില്ല, സദാ പ്രസന്നമാണ്. സദ്യോ പ്രസന്നം എപ്പോഴും ഉണ്ട്. ശരണാഗതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പ്രത്യേകിച്ച് സമയം നോക്കണ്ട. അതേമാതിരി ഭഗവാൻ എന്തേ വരാൻ താമസിച്ചത് അതുമില്ല. ഭട്ടതിരിയുടെ ഈ വരികൾ തമ്പി നന്നായി വായിച്ചിട്ടുണ്ട്. ഈ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നുള്ള ചെമ്പൈ സ്വാമികൾ പാടിയിട്ടാണ് നമുക്കൊക്കെ ഇത്രയും അറിയാൻ തുടങ്ങിയത്. അത് സ്വാതിരുനാൾ മഹാരാജാവ് ജീവിച്ചിരുന്ന കാലത്ത് ഇരയമ്മൻ തമ്പി എഴുതിയതാണ്. അതിൽ ശരണാഗതന്മാർക്ക് ഇഷ്ടം വരദാനം ചെയ്തു ജമ്മേ ഗുരുവായൂപുരം തന്നിൽ മരുവും അഖില ദുരിത. എന്ത് രസമായിട്ടാ അല്ലേ ഹരണ ഭഗവൻ എന്ന് പറഞ്ഞിട്ടാ പോണത്. അത് തീർച്ചയായിട്ടും ഈ ശ്ലോകത്തു നിന്നാണ് അദ്ദേഹത്തിന് അതിൻ്റെ പ്രചോദനം കിട്ടിയിട്ടുണ്ടാവുക. അന്യഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ. ചോദിക്കാത്ത ആവശ്യങ്ങൾ പോലും ചെയ്തു തരുന്നു ഭഗവാൻ. ഇത് അസാധാരണല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചോദിക്കാത്ത കാര്യം ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നു. അവിടെ ചോദിക്കാതെ തന്നെ കിട്ടുന്ന പറയണത്. ഭഗവത് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരുന്ന് കിട്ടേണ്ടതല്ല. ഭഗവാൻ അങ്ങനെ കുറേ കാലം വെയിറ്റ് ചെയ്യിപ്പിച്ച് തരുന്നതല്ല. മറിച്ച് ഭക്തനായിട്ടുള്ളവൻ്റെ ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ട് ചെയ്തു കൊടുക്കലാണ്. ഒരമ്മ എങ്ങനെയാണോ കുട്ടിയുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചെയ്തു കൊടുക്കണം, ഉത്തമയായിട്ടുള്ള ഭാര്യ എങ്ങനെയാണോ മുൻകൂട്ടി കണ്ട് ചെയ്തു കൊടുക്കണം, ഉത്തമമായിട്ടുള്ള ഗൃഹസ്ഥൻ എങ്ങനെയാണോ വീട്ടിലെ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നത്, അതുപോലെ ഭഗവാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് യോഗക്ഷേമം വഹാമ്യഹെന്ന്. ഉള്ളത് നിലനിർത്തി തരും, ഇല്ലാത്തത് കൊണ്ടു തരികയും ചെയ്യും. അതാണ് യോഗവും ക്ഷേമവും. അത് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരിക. ഇത് രണ്ടും ചെയ്തു തരും. അത് ചോദിക്കാതെ പോലും തരുന്ന ഭട്ടതിരി അങ്ങോട്ട് അറ്റസ്റ്റ് ചെയ്യണം. ഭട്ടതിരി പറഞ്ഞാൽ അങ്ങനെയാണ്. കാമാനജസ്രം വിതരതി. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഇടതടവില്ലാണ്ട ശരണാഗതന്മാർക്ക് ഭഗവാൻ നടവേറ്റി കൊടുക്കണം കണ്ടിട്ടുണ്ടെന്നാണ് പറയണം. ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ചില ആചാര്യന്മാർ പറയും, ഭഗവാൻ ആധ്യാത്മിക ധനം മാത്രമേ തരുള്ളൂ, ഭൗതികമായിട്ടുള്ളൊന്നും ഭഗവാനോട് ചോദിക്കരുത്, ഭഗവാൻ ചെയ്തു തരില്ല എന്ന് പറയും. നേരെ തിരിച്ചാണ്. ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇടതടവില്ലാണ്ട് നിറവേറ്റി കൊടുക്കുന്നു. ഭട്ടതിരി ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കളയണില്ല, മറിച്ച് അതിന് അമിതമായ പ്രാധാന്യം കൊടുക്കണില്ല എന്ന് മാത്രം. പരമാനന്ദ സാന്ദ്രാം ഗതിം ച. കൂടാണ്ട് പരമാനന്ദത്തിലേക്കുള്ള ആ കട്ടിയായിട്ടുള്ള ഗതി, സാന്ദ്രമായിട്ടുള്ള ഗതി, ആനന്ദം നിറഞ്ഞ വഴി, മോക്ഷം, അതും കൊടുക്കും. അതാണത്രേ ഭഗവാന്റെ ഫൈനൽ ഗിഫ്റ്റ്. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കണ ആൻസിലറി ഗിഫ്റ്റുകൾ മാത്രമാണ്. നമ്മളൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കുക, അതിൻ്റെ കൂടെ ചെറിയ കുറേ ഗിഫ്റ്റ് കൊടുക്കണ മാതിരി അടുത്ത ജീവിതത്തിലെ ഭൗതികാവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക. ആത്യന്തികമായിട്ട് കൊടുക്കണ ഈ ചക്രത്തുനിന്ന് രക്ഷപ്പെടലാണ്. ആ മോക്ഷത്തെയും ഭഗവാൻ കൊടുക്കണു. അതിനുശേഷം ഒരു ഉപമ വരികയാണ്. ഇത്തം ഇങ്ങനെ, എങ്ങനെ, നിശേഷലഭ്യ, ആർക്കും ഒരു വിവേചനമില്ലാതെ, ഇവൻ എനിക്ക് ഇഷ്ടമുള്ളവൻ, അവൻ എൻ്റെ എന്താ പറയുക ശത്രു, ഈ ചിന്തയൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രകൃതിയിൽ വിവേചനമില്ല, നമ്മൾ മനുഷ്യനിലാണ് വിവേചനം. നട്ടുച്ച നേരത്ത് തിളച്ചു മറിയണ വെയിലിൽ ഒരു പുഴയിൽ ചെന്നിട്ട് വെള്ളം കുടിക്കാൻ ഒരു പരമദുഷ്ടനും ഒരു വളരെ നല്ലവനും ചെല്ലുമ്പോൾ നദി പറയണ്ടോ, ദുഷ്ടാ സ്റ്റോപ്പ്, നീ വെള്ളം കുടിക്കരുത്,
നല്ലവൻ മാത്രം എൻ്റെ നിന്ന് വെള്ളം കുടിച്ചാൽ മതി ഏതെങ്കിലും നദി പറയുമോ? പറയില്ല. അതുപോലെയാണ് ഭഗവാൻ. അതുകൊണ്ട് നമ്മളാണ് വെറുതെ ഭഗവാൻ ദുഷ്ടനെ പന പോലെ വളർത്തണമല്ലോ ഇവനെ. ഭഗവാന് സകലതും തൻ്റെ അംഗങ്ങൾ തന്നെയാണ്. കർമ്മത്തിന് പാകത്തിനനുസരിച്ചിട്ട് ഓരോന്ന് മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. ചില തിരകൾ വലുതായിരിക്കും, ചില തിരകൾ ചെറുതായിരിക്കും. ചില തിരകൾ വേറെ തിരകളെ വെട്ടി വീഴ്ത്തും, ചിലത് വഴിമാറിക്കൊടുക്കും. ഇതൊക്കെ സംഭവിക്കണ ഒരു കടലിനെ നോക്കിയിരുന്നാൽ കാണാം. ഇതുമാതിരിയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറയുക, യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും കിട്ടുന്നവൻ നിശേഷലഭ്യ. ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ഭഗവാൻ എൻ്റെ കക്ഷത്താണെന്ന് പറഞ്ഞ് നടക്കണ്ടെന്ന്. ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഉള്ളതാണ്. അത് ഇവിടെ ഇരുന്നാലും ശരി, അവിടെ ഇരുന്നാലും ശരി, ഭഗവാൻ എല്ലാവർക്കും തുല്യമാണ്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ ഈസ് ഓൺലി ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്ന്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്ന് നമ്മുടെ നാട്ടിലെ കമ്പനികളെ കൂടുതൽ ഈ പുറത്തെ കമ്പനികളിൽ എഴുതി വയ്ക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്ന്. ഗുരുവായൂരപ്പനാണ് ശരിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ബ്രഹ്മം, ഈശ്വരൻ, അത് നിങ്ങൾ മഹാദേവൻ എന്ന് വിളിച്ചോ സ്വാമി എന്ന് വിളിച്ചോ ഏതോ, നമ്മളിവിടെ ഗുരുവായൂരപ്പൻ എന്ന് വിവക്ഷിക്കണം, അത്രേ ഉള്ളൂ. നിരവധിക ഫല, ഒരിക്കലും തീരാത്ത ഫലങ്ങൾ നൽകണവൻ. എത്രയാ ഫലം തരുന്നത് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ പാരിജാത, എന്താ കൊണ്ടുവരിക, ഉപമ കൊണ്ടുവരികയാണ്. അവിടുന്ന് സാക്ഷാൽ കൽപ്പവൃക്ഷമാണെന്നാണ് പറയണത്. ഹരേ ത്വം, അങ്ങ് ഹരിക്കണവനാണ് ഹരേ. പാപങ്ങളെ മാത്രമല്ല, എൻ്റെ തെറ്റായിട്ടുള്ള മുൻഗണനകളെ ഞാൻ വിചാരിക്കണു ജീവിതത്തിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്, അതിനെ അങ്ങ് ഹരിക്കണു. സിനിമ എടുത്ത് നടന്ന് എന്നെ നാരായണീയം പറയിപ്പിക്കുന്നു. നാരായണീയം ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ സിനിമ എടുപ്പിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 30-31 രാത്രി മുഴുവൻ ഞാൻ ഒരു ക്വാറിയിൽ പോയി ഷൂട്ട് ചെയ്തു. അവസാനത്തെ ദിവസം അഭിനയിക്കുകയും ചെയ്തു. 21 കൊല്ലത്തിന് ശേഷം ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുകയും ചെയ്തു. അത്യാവശ്യം വലിയ നടന്മാരനാണ് എല്ലാവരും, വലിയ പടമാണ്. ഇതിൻ്റെ ഇടയിൽ ശ്രുതിഗീത പോയി പറഞ്ഞിട്ട് വന്നു വള്ളിയൂർ 2 മണിക്കൂർ. ലൊക്കേഷൻ്റെ അടുത്താണ്. അപ്പം എന്താ പറയുക, ഇവിടുന്ന് കൂത്താട്ടുകുളത്തുനിന്ന് ആ ക്വാറിയിൽ നിന്ന് പുറത്ത് വന്ന് പോയി ശ്രുതിഗീത പറഞ്ഞ് തിരിച്ചു വന്നു. ഒരു സ്ഥലത്ത് കൊലപാതകമാണ് രംഗം, മറു സ്ഥലത്ത് മോക്ഷമാണ് വിഷയം. കൊലപാതകം വിഷയം, കൊലപാതകം മോക്ഷം, കൊലപാതകം മോക്ഷം. എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടില്ല ഗുരുവായൂരപ്പൻ എന്താ ചെയ്യിപ്പിക്കണമെന്ന്. ഇങ്ങനെ ഷട്ടിലടിച്ച് കളിപ്പിക്കലാണ്. അപ്പോൾ നമ്മളൊന്ന് നിർത്തി, ഞാൻ വിചാരിച്ചോ ശരി ഇപ്പം പ്രഭാഷണം തുടങ്ങി, അപ്പോൾ ഞാൻ ഇനി ആ സിനിമയുടേതായിട്ടുള്ള വേണം. അത് നിർത്തിയപ്പോൾ അത് വന്നങ്ങോട്ട് തലയുടെ മുകളിൽ വന്ന് വീഴുകയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് പണികൾ വരികയാണ്. രക്ഷപ്പെടാൻ സമ്മതിക്കണില്ല. അതിൽ പോയിട്ട് മുഴുവൻ മുഴുകിക്കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് തലയിലിടണം. ഇതിൻ്റെ ഇടയ്ക്കിടയിൽ കൂടെ പുട്ടിന് പീരമാതിരി അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, ഇങ്ങനത്തെ വീട്ടിലത്തെ കാര്യങ്ങളും. അപ്പോൾ നല്ല രസമാണ്. ശരിക്കും ഭട്ടതിരി പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ശരിക്കും വ്യക്തിപരമായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാകണ നദിയിലൊരു പൊങ്ങുതടി പോലെ ഇങ്ങനെ പോവുക. ചിലപ്പോൾ ഈ കരയിലേക്ക് തട്ടും, ചിലപ്പോൾ ആ കരയിലേക്ക് തട്ടും, ചിലപ്പോൾ ഈ കരയിലേക്ക് തട്ടും, ആ കരയിലേക്ക് തട്ടും, പോണടത്തോളം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന വിദ്യ. ഇവിടെ പറയുക, നമ്മുടെ തെറ്റായ മുൻഗണനകളെ അങ്ങ് ഹരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് വയ്ക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഭഗവാൻ പറയും അതാണ് ഇമ്പോർട്ടൻ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ തിരിച്ചിടും. ശരണാഗതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കറിയുക. അല്ലാത്തപ്പോൾ ഭഗവാൻ ശ്രദ്ധിക്കുകയൊന്നുമില്ല. വെറുതെ ഒക്കെ ഭഗവാൻ എന്ന് പറയും, അപ്പുറത്ത് പോയിട്ട് സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യണവരെ ഭഗവാൻ തിരിഞ്ഞു നോക്കൂല. ചിലരുണ്ട് ഒക്കെ ഗുരുവായൂരപ്പൻ, എന്ത് അപ്പുറത്ത് പോയിട്ട് പണി വയ്ക്കുകയാണ് ഓരോരുത്തർക്ക്. ഗുരുവായൂരപ്പനെ ഒരു റിഗാർഡും ഇല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ തവണ ഗുരുവായൂരപ്പൻ 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 എന്ന് പറയുക ജീവിതത്തിൽ. നേരെ മറിച്ച് അതുള്ളവന് അതൊന്നും ചിന്തിക്കാൻ പോലും നേരമില്ല. അവൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് ഓടുകയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, പണിയെടുത്ത് പോകണം. അവൻ അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുക ഭഗവാനെ. അവനെ ഭഗവാൻ ഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഒരു വിരോധാഭാസം പറയും, ഒരു പാരഡോക്സ്. ഭട്ടതിരി പാരഡോക്സുകളുടെ ആളാണ്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിരോധാഭാസം പറയും. ആ വിരോധാഭാസം എന്താ? ക്ഷുദ്രം തം ചക്രവാടി ധ്രുവം. ഇന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിൽ ആ ചെറിയ മരം, ഏത് പാരിജാതം, കൽപ്പവൃക്ഷത്തിനെ, ഇന്ദ്രൻ്റെ കൽപ്പവൃക്ഷത്തിനെ തുച്ഛാക്കി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഥകളി കാണുന്ന ആൾക്കാർക്ക് ഈ ചോന്നാടി പുച്ഛം കാണിക്കുന്ന പറഞ്ഞിട്ടൊരാക്കലുണ്ട്, അതുപോലെ അത്രയും ചെയ്യണം അതിൻ്റെ അകത്ത്. പുച്ഛിച്ചിരിക്കുകയാണ്. ക്ഷുദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷുദ്രം തം ചക്രവാടി ധ്രുവം. ചക്രം വെച്ചാൽ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലെ വൃക്ഷം ക്ഷുദ്രമാണെന്ന്. ഇന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലെ ആ മരം, ആ ചെറിയ മരം, അവിടുന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ക്ഷുദ്രം. അഭിലഷതി വ്യർത്ഥം അർത്തിവ്രജ അയം. എന്നിട്ടും പിച്ചക്കാരുടെ ഒരു കൂട്ടം ആ പാരിജാതം കെട്ടം പറഞ്ഞ് നടക്കണമെന്ന്.
ഏത് ഇന്ദ്രൻ്റെ പാരിജാതം കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുള്ളൂ. ഇതൊരു കുറ്റപ്പെടുത്തലല്ല എന്ന് മനസ്സിലാക്കണം. സങ്കടകരമായൊരു വസ്തുതയാണ്. ഈ കൽപ്പവൃക്ഷം ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് ഈ അപ്പുറത്തെ ക്ഷുദ്രവൃക്ഷത്തിനെ ആഗ്രഹിച്ച് ജീവിതം കളയണത് എന്ന് ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് ഭട്ടതിരി ഹാസ്യരസം കൊണ്ടുവരുന്നത് ഈ ശ്ലോകത്തിലാണ്. ഒരു നർമ്മം, ആ നമ്പൂതിരിമാർക്ക് സഹജമായിട്ടുള്ള ആ ഒരു നർമ്മമുണ്ട്. അവനവനെ കളിയാക്കാനും വലിയൊരു കഴിവാണെന്ന് പറയും. അതുകൊണ്ടാണ് നമ്പൂതിരി ഫലിതങ്ങളുടെ ഏറ്റവും വലിയ സ്വാരസ്യം. അവനവനെ കളിയാക്കുക അത് വലിയൊരു കഴിവാണ്. ഭട്ടതിരി അത് പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഭഗവാനും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ളൊരു പോക്ക് പോലെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നാരായണീയം അങ്ങോട്ട് പോവുക. കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും ഭട്ടതിരി ഭഗവാനുമായിട്ട്. ഈ ഭാഗമൊക്കെ വിട്ട് ആ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പോലെ തുടങ്ങും. അപ്പോൾ ഇവിടെയാണ് ആദ്യം ഭഗവാന്റെ അടുത്ത് ഒരു ചെറിയ തമാശ ആയിട്ടെങ്കിലും പറയണത്. ആ ചക്രവാടി ദ്രുമത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്, അത് ക്ഷുദ്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു ഹാസ്യരസം കൊണ്ടുവരുന്നത്. ഇവിടെ ഭട്ടതിരി ശരിക്കും പറഞ്ഞാൽ ചിരിക്കണത് മനുഷ്യരെ ഓർത്തിട്ടല്ല, നമ്മളെ ആലോചിച്ചിട്ടല്ല, നമ്മളുടെ ആഗ്രഹങ്ങൾ പോണ റൂട്ട് കണ്ടിട്ടാണ് ചിരിക്കണത്. ആ റൂട്ട് കണ്ടാൽ ചിരി വരും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇങ്ങനെ മാറി എവിടെയെങ്കിലും ഇരുന്നിട്ട് അവിടെ നടക്കണത് മുഴുവൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കോമഡിയാണ്. അപ്പം നമ്മളാലോചിക്കും, നമുക്കേ ഇത്ര ചിരി വരുന്നുണ്ടെങ്കിൽ അകത്ത് കിടന്നിട്ട് അവിടെ തലകുത്തി കിടന്ന് ചിരിക്കുകയായിരിക്കും. അതിന് ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റാണ്. 24 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് അതിൻ്റെ ഉള്ളിൽ. കാരണം മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യരുത്, എങ്ങനെ ജീവിക്കരുത് എന്ന് പഠിക്കണമെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ളിൽ പോയാൽ മതി. അവിടെയാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ പെരുമാറരുത് എന്ന് പഠിക്കാനുള്ള സന്ദർഭം നമുക്ക് കൂടുതൽ കിട്ടുക. കാരണം പൊതുവിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്, ഔചിത്യം എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോമൺ സെൻസ്. കാശ്മീർ ശൈവത്തിലെ ക്ഷേമേന്ദ്രൻ, പ്രത്യഭിജ്ഞാതന്ത്രമൊക്കെ എഴുതിയ ക്ഷേമേന്ദ്രൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഔചിത്യ വിചാര ചർച്ച. സാഹിത്യത്തിൽ ഔചിത്യത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ജീവിതത്തിൽ ചെയ്യേണ്ട ഔചിത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മരണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം, സെൽഫി വിത്ത് ഡെഡ് ബോഡി, അതല്ല, ഒരു ഡെഡ് ബോഡിയോടെ സെൽഫി എടുക്കുന്ന പോലത്തെ പ്രധാന ഔചിത്യം. എവിടെ പോയാലും ഔചിത്യമില്ലാതെ പെരുമാറുന്ന ആൾക്കാരാണെന്ന്. കുട്ടികൾക്ക് ഔചിത്യമില്ല, മുതിർന്നവർക്ക് ഔചിത്യമില്ല, ഒരു ക്യൂയിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെ കൊണ്ടുപോയി. അമ്മയ്ക്ക് അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുക. ഒരു ചേട്ടൻ എൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിന്നു. ഏത് കൗണ്ടറിൻ്റെ മുകളിൽ ക്യൂ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് മാറ്റി ഇവിടെ വന്ന് ഇങ്ങനെ നിന്നു. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങേർക്ക് എന്തിൻ്റെ കട, എന്തായാലും അയാളുടെ ടോക്കൺ വിളിച്ചിട്ടില്ല. എന്നെയാണ് അവിടെ വിളിച്ച് നിർത്തിയിരിക്കുക, എന്നെ അവിടെ പോസ്റ്റാക്കിയിരിക്കണം. അവിടെ ഇരിക്കുന്ന ആൾ അങ്ങേർക്ക് അവിടെ ഇരുന്നാൽ മതി, പക്ഷെ അങ്ങേർക്ക് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ഔചിത്യം എന്നുള്ളതില്ല. എത്ര പ്രായം ഔചിത്യത്തെ നൽകുന്നില്ല. ചില സമയങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഔചിത്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇന്ന് നമ്മുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ആദ്യം പഠിപ്പിക്കേണ്ടത് ഈ ഔചിത്യമാണ്. അപ്പം ഞാൻ ഈ തമാശയ്ക്ക് അടുത്ത കാലത്ത് പറഞ്ഞ ഔചിത്യ വിചാര ചർച്ചയിലെ ആ ഭാഗങ്ങൾ മാത്രം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു ബുക്ക്ലെറ്റായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് വിതരണം ചെയ്യാം. എങ്ങനെ പെരുമാറണം വളരെ അത്യാവശ്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ. കാശ്മീരിൽ എഴുതിയ പുസ്തകമാണത്. അലങ്കാരശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. സാഹിത്യത്തിൽ എങ്ങനെ ഔചിത്യം പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ജീവിതത്തിൽ ഔചിത്യം എങ്ങനെ പ്രയോഗിക്കണം എന്ന് ആചാര്യം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ശൈവത്തിൻ്റെ വലിയ ആചാര്യനാണ്. അഭിനവഗുപ്തൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ്. അപ്പോൾ ഭട്ടതിരി ഇവിടെ ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ രീതിയുടെ പോക്ക് കണ്ടിട്ടാണ്. ദൈവീകമായിട്ടുള്ളൊരു സമൃദ്ധി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകുന്നത് വെട്ടിത്തിളങ്ങണ പളപളപ്പുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു വിരോധാഭാസം കണ്ടിട്ട് ഭട്ടതിരി ചിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ ആശങ്കകളെയും അതിജീവിക്കുന്ന ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ചിരിക്കാൻ പറ്റില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ പറയും നമുക്ക് അതും വേണ്ടേ, ഇതും കിട്ടണ്ടേ, ഈ കാര്യവും നടക്കണ്ടേ പറയും. അത് ആശങ്കയുള്ളവനാ പറയുക. ആശങ്ക പോയവൻ അത് നടന്നോ ഇല്ലയോ അവന് വിഷയമല്ല. അവനറിയാം യഥാർത്ഥ കൽപ്പവൃക്ഷം എന്താ അവിടെയാണ്, അത് അവിടെയല്ല. ഇത് തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥരെന്നുള്ള നിലയ്ക്ക് നമ്മളോട് സാധാരണക്കാരെ വിളിക്കുക, നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. അനന്തമായിട്ടുള്ള ചൈതന്യം എൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പ ഞാൻ എന്തിനാണ് ഈ ചെറിയ മരങ്ങളുടെ മുന്നിൽ പോയിട്ട് നിൽക്കണത് എന്ന് മാത്രം ചോദിക്കുക. എല്ലാ പഴങ്ങളും തരാൻ പറ്റുന്ന ഒരൊറ്റ മരം പോരെ.
എന്തിനാണ് ഒരു മാവും ഒരു പ്ലാവും ഒരു എന്താ പറയുക സപ്പോട്ടയും ഒക്കെ വെവ്വേറെ വെക്കണത്? ഒരൊറ്റ മരം മതി. സകല ഫലദായകമായിട്ടുള്ള കൽപ്പവൃക്ഷം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തിന് വേറെ മരങ്ങളുടെ മുന്നിൽ പോയിട്ട് നിൽക്കണം എന്ന് മാത്രം ചിന്തിക്കുക. അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ഭഗവാനെ ശരണാഗതി അടഞ്ഞ് നിൽക്കലാണ് യഥാർത്ഥ വിനയം. ആ വിനയം എന്ന് പറയണത് പലരും കരുതുന്ന പോലെ ഒരു വീക്ക്നെസ് അല്ല. ചിലർ ചോദിക്കും, ഓ ഈശ്വരൻ ഇങ്ങനെ അടിപ്പെട്ട് ജീവിക്കുക, അവർ അതൊരു ബലഹീനതയല്ലേ, നമ്മളിങ്ങനെ ആണത്തായിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അടുത്ത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ചില ചെറുപ്പക്കാരൊക്കെ ചോദിക്കും, ശരത്തേട്ടാ ഈ കാണാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം വീക്ക്നെസ് അല്ലേ, കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയും, മോനെ, ഈ കാണാത്തൊരാളെ നമ്മുടെ ജീവിതം മുഴുവൻ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ചില്ലറ ധൈര്യം പോരാ. അത് ഭീരുത്വമല്ല, വീക്ക്നെസ്സും അല്ല. നല്ല ഉറച്ച ബലം ഉണ്ടെങ്കിലാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത അനുഭവിക്കാത്ത ഒരാളുടെ കയ്യിൽ നമ്മുടെ ജീവിതം എടുത്ത് വെച്ചു കൊടുക്കണം നമ്മൾ, അല്ലേ? അപ്പോൾ വിനയം എന്നുള്ളത് ബലഹീനതയല്ല, അത് റൈറ്റ് ഡയറക്ഷനിലേക്ക് നോക്കിയുള്ള നിൽപ്പാണ്. ശരിയായ ദിശയിലുള്ള നിൽപ്പാണ് വിനയം. അല്ലാത്ത വിനയം വിനയമല്ല, അത് കപടാ, കാട്ടിക്കൂട്ടലാ. നമ്മളൊക്കെ സാധാരണ അല്ലേ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പറ്റും, നമ്മളെ കൊണ്ടതൊന്നും പറ്റില്ല. ഈ അവനവനെ താഴ്ത്തി പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഭൗതിക ജീവിതത്തിലെ കുഴപ്പമാണ്, ശ്രേയസ് ഉണ്ടാക്കില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കൊക്കെ ജപിക്കാൻ പറ്റുള്ളൂ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ്, ഞങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയണ ആൾ ഒരിക്കലും മേലേക്ക് വരില്ല. ആധ്യാത്മികതയിൽ ആദ്യം ചെയ്യേണ്ടത് അവനവനെ മോശം പറയാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അഹങ്കാരം കാണിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, അതല്ല. സ്വയം താഴ്ത്തി പറയരുത്. നമ്മൾ ആത്മസ്വരൂപമാണെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളെ താഴ്ത്തി പറയും? പറയാൻ പറ്റില്ല. അപ്പോൾ ശരിയായ ദിശയിലേക്കുള്ള നിൽപ്പാണ് വിനയം. തല കുനിയുമ്പോൾ ഹൃദയം തുറക്കും, ഭഗവാന്റെ അനുഗ്രഹം അതിലേക്ക് വരും. എന്തൊരു ബട്ടനാ ഇതിങ്ങനെ ആക്കിയാൽ അവിടുത്തെ ഒരു ഹൃദയം അങ്ങോട്ട് തുറക്കണത്, അതങ്ങോട്ട് തുറന്ന് സ്വീകരിക്കും. അങ്ങനെ ഒരു ദിവസം യാതൊരു അധ്വാനവും ഇല്ലാണ്ട് തന്നെ ആ ഗുരുവായൂരിലിരിക്കുന്ന യഥാർത്ഥമായിട്ടുള്ള പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ശാന്തമാവുന്നു. സഫലമാകുന്നല്ല പറയണത്, ശാന്തമാകും. ആഗ്രഹങ്ങൾ ഒരുതരം വേവാ, അങ്ങനെ വേവുണ്ടാക്കിക്കൊണ്ടിരിക്കും ഉള്ളിൽ. ആ വേവൊക്കെ അടങ്ങും, ആഗ്രഹങ്ങൾ സെറ്റിലാവും, ഗ്രൗണ്ടഡ് ആവും, പീസ്ഫുള്ളാവും. ആഗ്രഹങ്ങൾ അക്കംപ്ലിഷ്ഡ് ആവണമെന്നില്ല. ചില ആഗ്രഹങ്ങൾ പഴുക്കും, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണവും, ചിലത് മനുഷ്യരെടുത്ത് കഴിക്കും. വേറെയും കായകൾ താഴെ വീണ് കിടക്കണില്ലേ, മരത്തിൻ്റെ താഴെ, അതുമാതിരി കിടക്കും. എന്നാലും അത് അവിടെ കിടക്കും, വേറെ എവിടെയും പോവില്ല. അങ്ങനെ സെറ്റിലാക്കുന്ന പറയണം.